ഞാൻ ഇങ്ങനെ പാട്ടുപാട്ടായിട്ട് പോകണം. സോറി, അതിന് ക്ഷമിക്കണം. വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെൽമാക്സ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സീരീസിൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്, എവിടെ നിന്നാണ് പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ ഒരു വീഡിയോ കൂടെ കാണുക. എന്നാലേ ഈ ഒരു വീഡിയോ കാണുന്നതിനുള്ള ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കിടപ്പുണ്ട്. ഇവിടെ ഐ ബട്ടണിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണും. അപ്പോൾ നിങ്ങൾ അവിടെ കയറി ആ ഒരു വീഡിയോ കാണുക. കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണം ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീളം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ മുഖം ചുളിക്കാൻ തുടങ്ങും. അതുമാത്രമല്ല, വളരെ ചുരുങ്ങിയ സമയമാണ് എനിക്ക് കിട്ടുന്നത്. ആ സമയത്തിലാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ തട്ടിക്കൂട്ടി എടുക്കുന്നത്. വെറുതെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്ക് ഉപകാരപ്പെടണം, എങ്കിലേ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടുള്ള അർത്ഥം ഉണ്ടാകുന്നുള്ളൂ. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാർക്കറ്റ് പ്ലേസ് ആണ്. ലാസ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത് മാർക്കറ്റ് പ്ലേസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്താ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ അത് മാർക്കറ്റ് പ്ലേസ് തുറന്നു പോലും നോക്കാത്ത ആൾക്കാർ നമ്മളെ ഇടയ്ക്കിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാർക്കറ്റ് പ്ലേസ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്ലേസ് ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും മാർക്കറ്റ് പ്ലേസ്. അതായത് മെനുവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ആ മാർക്കറ്റ് പ്ലേസിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മാർക്കറ്റ് പ്ലേസിലേക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരുപാട് പ്രോഡക്റ്റുകൾ ആൾറെഡി ആൾക്കാർ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും അവിടെ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഉള്ള ആ ഒരു സെൽ ബട്ടൺ എന്ന് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അത് ഏകദേശം ഇതേ കണക്കാണ്. ഫോട്ടോസ്, ടൈറ്റിൽ, പ്രൈസ്, കാറ്റഗറി, ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റ് ടാക്സ് ഇതെല്ലാം കൊടുത്ത് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെയും പ്രോഡക്റ്റ് ഇതിൻ്റെ അകത്ത് സെറ്റാവും, ലിസ്റ്റ് ആയിപ്പെടും. അപ്പോൾ ലിസ്റ്റ് ആയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഇതുവഴി നിങ്ങളുടെ ഒരാൾക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചർ വഴി നിങ്ങൾക്ക് മെസ്സേജ് വരികയും നിങ്ങൾക്ക് അതിലൂടെ ഒരു സെയിൽ ജനറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത് ഫേസ്ബുക്ക് മാത്രമല്ല, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ആൾറെഡി പ്രോഡക്റ്റ് കയ്യിലിരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെയിൽ ചെയ്യാം. അപ്പോൾ ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് നിങ്ങൾക്ക് നല്ലൊരു ഒരു ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്ക് പേജിൻ്റെ അകത്തിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ വഴി നമുക്ക് സെയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു സംഭവമാണ് ക്യുക്കർ, അത് കണക്ക് OLX, ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, മൊബൈലിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ ഉപയോഗിക്കുക. കാരണം നിങ്ങളിൽ കയ്യിൽ ഇരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്രോഡക്ട്സുകളാണ് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും സെയിൽ ചെയ്യാം. പിന്നെ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മലയാളികളുടെ അടുത്ത് അത് പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല എങ്ങനെ മാർക്കറ്റ് ചെയ്യിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടി, നമ്മൾ മാർക്കറ്റ് പ്ലേസ് നമ്മൾ കണ്ടുപിടിച്ചു, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് കണ്ടു, അതിനൊക്കെ ആമസോണിലേക്ക് ഇനി സെല്ല് ചെയ്യാനുള്ള ഒരു വീഡിയോ അതൊരു വേറൊരു പാർട്ടായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ആമസോൺ സെല്ലറിൽ ജോയിൻ ചെയ്യണം, കിൻഡിലിനകത്ത് നിങ്ങൾ പ്രോഡക്റ്റ് എങ്ങനെ സെയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിച്ചു തരും. ഇപ്പോഴത്തേക്കെന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടി, നമുക്ക് എവിടെയാണ് സോഷ്യൽ മീഡിയയാണ് നമ്മളെ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിനെ ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരു കവർ കൊടുക്കുക. അപ്പോൾ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ബുക്ക് ഇങ്ങനെ എടുത്ത് കയറിയാൻ വച്ചേക്കുന്നത് തന്നെ അതിനായിരുന്നു. ഈ ഒരു ബുക്ക് എന്ന് കാണുമ്പോൾ ഇതിന് നല്ലൊരു പുറംചട്ടയുണ്ട്. ഈ ഒരു ബുക്ക് മാത്രമായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ കാണിച്ച് അത് നല്ലൊരു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റിന് തയ്യാറാക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ കണ്ടൻറ്റ്, അതായത് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കവറ് കാര്യങ്ങൾ, പിന്നെ എങ്ങനെ നമുക്കത് നമ്മളിപ്പോൾ ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന നേരത്ത് പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചർ ഫോട്ടോസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് റെഡിയാക്കാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ആപ്ലിക്കേഷൻസാണ് ഒന്ന് നിങ്ങൾ വേണ്ടത്. നമ്മൾ കൂടുതൽ മൊബൈൽ ഫോണിലോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ കമ്പ്യൂട്ടറിൽ അധികം പോകുന്നില്ല. എന്നാലും ഇന്നത്തെ വീഡിയോയിൽ കമ്പ്യൂട്ടറിൻ്റെയും കുറച്ച്
കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 2 ആപ്ലിക്കേഷൻസ് നമുക്ക് വേണം. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോഗോ പിറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനൊക്കെ തന്നെ രണ്ടാമത്തൊരു ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 2 ആപ്ലിക്കേഷനും നിങ്ങൾക്ക് വേണം. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങൾക്ക് കിട്ടിയ ഫോട്ടോസ്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഫോട്ടോ, ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഇമേജ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ലോഗോ പിറ്റ്. ലോഗോ പിറ്റ് എന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതായത് യൂട്യൂബ് തംബ്നെയിൽ ഉണ്ടാക്കാനും ശരി, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആക്കിയാലും ശരി, ഫേസ്ബുക്ക് കവർ ആയാലും ശരി, അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അതിൻ്റെ അകത്ത് ആൾറെഡി ഉണ്ട്. അപ്പോൾ അത് നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കും ഓരോരോ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് അതിൻ്റെ അകത്ത് ആ ഒരു ടെംപ്ലേറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അകത്ത് സെൻറ്റൻസ് കാര്യങ്ങളൊക്കെ മാറ്റി തന്നെ നല്ല ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിന് വേണ്ടിയുള്ളൊരു പോസ്റ്റോ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് തയ്യാറാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ പോസ്റ്റ് ഇടുക. നിങ്ങളുടെ പ്രോഡക്റ്റ് ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തേക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാവുന്നതൊക്കെയാണ്. നമ്മൾ പക്ഷേ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നാളെ, അതായത് വരുന്ന വീഡിയോസിൽ നമ്മളൊരു നല്ലൊരു ഡിജിറ്റൽ സ്റ്റോർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോറിലേക്കുള്ള ലീഡ് ജനറേഷനാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ലീഡ് ജനറേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഓക്കെ, മാർക്കറ്റ് പ്ലേസും ക്യുക്കറും ഇതൊക്കെ അത്ര എന്താണ് നമ്മൾക്കൊരു ഇത് ലീഡ് കൊണ്ടുവരാൻ പറ്റിയ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് അത്രത്തോളം പൊട്ടൻഷ്യൽ അങ്ങനെയുള്ള ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാൻ പഠിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കമ്പ്യൂട്ടർ വേണം പോയി പഠിക്കാൻ. ഈ കാണിച്ച 2 ആപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇറേസ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ വീഡിയോയിൽ ഞാൻ ഇപ്പം നിങ്ങൾ സൈഡിൽ കണ്ടു കാണും. അതിനൊക്കെ തന്നെ ലോഗോ പിറ്റിൻ്റെ അകത്തുള്ള ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നിങ്ങൾ ആ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാട്സാപ്പിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് അതിനൊക്കെ റിപ്ലൈ തരും. ഇനി നമുക്ക് ആ ഒരു ബുക്കിൻ്റെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള, അതിൻ്റെ ഒരു ഫോട്ടോസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കമ്പ്യൂട്ടറിൽ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് എത്തിയിരിക്കുന്ന ഇതിനാണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മളിവിടുന്ന് ഒരു ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് എങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേ കണക്കാണ് പ്രോഡക്റ്റ് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ. അതായത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് സിപ്പായിട്ടുള്ള ഫോൾഡർ ആയിരിക്കും. നമ്മൾ അത് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഇതേ കണക്കൊരു ഫോൾഡറാണ്. അതിനകത്ത് ഇവിടെ നമുക്ക് ബുക്ക് കിട്ടും, ഇവിടെ നമ്മളെ സെയിൽസ് ലെറ്റർ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ അകത്ത് ഇമേജസ് കാണും. ഓക്കെ, അപ്പോൾ ഇമേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് 3D ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 3D ആയിട്ടുള്ള ഇമേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ചെറുതായിട്ടൊരു ഡെമോ അല്ല, ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണക്ക് ഗിംബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ഒരു സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഇതേ കണക്കുള്ള ബുക്കിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നെറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതേ കണക്ക് ബുക്കിൻ്റെ കവർ, അതായത് വൈറ്റ് ലേബലായിട്ടുള്ളത്. പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കണക്ക് ഈ ഫോട്ടോയും കൂടെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതായത് സിംഗിളായിട്ടുള്ള 3D ഇമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 2D ഇമേജ് വെച്ചിട്ട് നമുക്ക് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഈ ഒരു ഫോട്ടോ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ചേർത്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസ് അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ ആ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഗിംബ് എന്ന് പറയുന്ന സംഭവം വഴി ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഇമേജ്, അതായത് വൈറ്റ് ലേബലായിട്ടുള്ള ബുക്കിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ആവശ്യമുള്ളവർ. പിന്നെ മോസ്റ്റ്ലി എല്ലാ പ്രോഡക്റ്റിനും അവർ ഇതേ കണക്ക് ഇമേജസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഞാനിപ്പോൾ ഒരു 5 ബുക്കോളം ഞാൻ ഡൗൺലോഡ് ചെയ്തായിരുന്നു. ആ 5 ബുക്കിൻ്റെ അകത്തും 3D ഇമേജും ഉണ്ട്, 2D ഇമേജും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട്
പേടിക്കേണ്ടി ഇല്ല. ഇൻ കേസ് ആവശ്യം വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഗിംബ് ഡൗൺലോഡ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്തായാലും നിങ്ങളൊരു അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ് പ്രസ്സിൽ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഓൺലൈൻ സ്റ്റോറിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഇതിനകത്ത് സെയിൽ ചെയ്യാൻ പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിട്ടുള്ളതായാലും നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയാലും, അതല്ല നിങ്ങൾ അടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഇതുവഴി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് സെയിൽ ചെയ്യാം, മൾട്ടി വെൻഡറായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തീം ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മാർക്കറ്റോ ഇ കൊമേഴ്സ് മൾട്ടി വെൻഡർ എന്നുള്ള ഒരു തീമാണ്. അതിൻ്റെ വില $29. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ യൂണിക്കേസ് എന്ന് പറയുന്ന ഒരു മൾട്ടി വെൻഡർ ഇ കൊമേഴ്സ് തീമാണ്. അതിൻ്റെ വില $59. പേടിക്കേണ്ട, നിങ്ങൾ ഈ ഡോളറിൻ്റെ വില കേട്ടിട്ട് പേടിക്കേണ്ട. ഓക്കെ, ഈ യൂണിക്കേസ് എന്നുള്ളതിൻ്റെ അകത്ത് 2 ഡെമോ നിങ്ങൾക്ക് കിട്ടും. ക്ലാസിക് കിട്ടും, മോഡേണും കിട്ടും. 2 ഡെമോ ഉണ്ട്. ഓക്കെ, ഞാനിതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ആ ഒരു സ്റ്റോർ. നമ്മളെ സ്റ്റോർ ഫ്രണ്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. യൂണിക്കേസ് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതേ കണക്കായിരിക്കും നമ്മുടെ സ്റ്റോർ ഇരിക്കുക. നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ, ഇതേ കണക്കായിരിക്കും യൂണിക്കേസ് എന്ന് പറയുന്ന തീം ഉപയോഗിച്ച് നമ്മുടെ ഷോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേ കണക്കായിരിക്കും. അതെല്ലാം നമുക്ക് മാർക്കറ്റോ ആണ് എന്നുണ്ടെങ്കിൽ, അത് മാർക്കറ്റോ തീമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡെമോസ് കിട്ടും. ഏകദേശം 9, 10, 12, 15ഓളം തീം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതേ കണക്കാണ്. ഒരു ലുക്ക് ലൈക്ക് ഫ്ലിപ്കാർട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏകദേശമൊക്കെ ഫ്ലിപ്കാർട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പം ഇതാണ് മറ്റൊരു തീം. അപ്പോൾ ഈ ഒരു 2 തീമിൽ ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ് ഏത് തീം എടുത്ത് വെച്ച് നിങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളത്. കാരണം ഞാൻ തീരുമാനിക്കുന്ന തീമായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് എനിക്ക്, നിങ്ങൾ തന്നെ അത് തീരുമാനിക്കുക. എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നു. ഏതിലായാലും ഞാൻ നിങ്ങൾക്കത് നാളത്തെ വീഡിയോയിൽ നമ്മളത് ഫുള്ളി നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഞാൻ നിങ്ങളെ കയ്യിലേക്ക് വിട്ടുവെക്കാണ് വേണ്ടത്. നിങ്ങൾക്ക് മാർക്കറ്റോ വേണോ യൂണിക്കേസ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു തീം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ഞാനത് ചെയ്ത് കാണിച്ചു തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് യൂണിക്കേസ് മാർക്കറ്റ് വേണോ അതോ യൂണിക്കേസ് വേണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ ഈ കമൻറ്റിലേക്ക് നിങ്ങൾ റിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ കമൻറ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഏതിനാണോ നിങ്ങൾക്ക് കമൻറ്റ് ഏതിനാണോ ആ ഒരു വോട്ട് ഏത് തീമിനാണോ ആ ഒരു തീം എടുത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആ ഒരു തീം എല്ലാവർക്കും ആയിട്ട് ഡൗൺലോഡബിൾ ആക്കുന്നതുമായിരിക്കും. ഓക്കെ, ഫ്രീ ആയി നിങ്ങൾക്ക് വാൽമാക്സിൽ നിന്ന് ചെറിയൊരു തുക ഒരു 10-20 രൂപയ്ക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചെറിയൊരു പാർട്ട് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് ഓൺലൈൻ സ്റ്റോറുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.